ആരൊരാള് വെള്ളിയാഴ്ച രാവിൽ തന്റെ മാതാവിന്റെ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാവിന്റെയും പിതാവിന്റെയും ഖബർ പോയി സന്ദർശിക്കണേ. അതിനുത്തമമായ സമയം വെള്ളിയാഴ്ചയുടെ പകലോ അതിന്റെ രാവോ ആണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പോണം, പോയി സന്ദർശിക്കണം. അവർക്ക് സന്തോഷമായിരിക്കും, അവർക്ക് സന്തോഷമായിരിക്കും. ആ ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോ അവർക്ക് സന്തോഷമായിരിക്കും. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ ആ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്. ആ പിതാവിന്റെ ഖബർ ദിവസം തോറും സിയാറത്ത് ചെയ്യുമായിരുന്നു. പിന്നീട് ആഴ്ചയിൽ ഒരു വട്ടമായി, പിന്നീട് മാസത്തിൽ ഒരു വട്ടമായി, പിന്നീട് 2-3 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യമായി. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന് ഇതാ തന്റെ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്, മകനെ നീ എന്നെ ഒഴിവാക്കിയോ? ആരൊരാള് വെള്ളിയാഴ്ച രാവിൽ തന്റെ മാതാവിന്റെ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നുവോ അവർക്ക് നന്മ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാവിന്റെയും പിതാവിന്റെയും ഖബർ പോയി സന്ദർശിക്കണേ. അതിനുത്തമമായ സമയം വെള്ളിയാഴ്ചയുടെ പകലോ അതിന്റെ രാവോ ആണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പോണം, പോയി സന്ദർശിക്കണം. അവർക്ക് സന്തോഷമായിരിക്കും, അവർക്ക് സന്തോഷമായിരിക്കും. ആ ഖബറിന്റെ അരികിൽ പോയി നിൽക്കുമ്പോ അവർക്ക് സന്തോഷമായിരിക്കും. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചപ്പോ ആ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്. ആ പിതാവിന്റെ ഖബർ ദിവസം തോറും സിയാറത്ത് ചെയ്യുമായിരുന്നു. പിന്നീട് ആഴ്ചയിൽ ഒരു വട്ടമായി, പിന്നീട് മാസത്തിൽ ഒരു വട്ടമായി, പിന്നീട് 2-3 മാസം കൂടുമ്പോ ഒരു പ്രാവശ്യമായി. ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിന് ഇതാ തന്റെ പിതാവ് സ്വപ്നത്തിൽ കാട്ടിക്കൊടുക്കുകയാണ്, മകനെ നീ എന്നെ ഒഴിവാക്കിയോ?